ഹലോ, എല്ലാവർക്കും അവർ വേൾഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഉച്ചക്കത്തേക്കുള്ള ഒരു ഫുഡ് ഉണ്ടാക്കുന്ന വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിന്ന് അവിയലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ട പച്ചക്കറികളെല്ലാം ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ കൂടാതെ തന്നെ ഒരു തക്കാളിയും കുറച്ച് കൊച്ചുള്ളിയും 4 പച്ചമുളകും ഒരല്ലി വെളുത്തുള്ളിയും കൂടെ ചേർത്തിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ സവാള വേറെ കാര്യങ്ങളൊന്നും ഞാൻ എടുക്കുന്നില്ല, കൊച്ചുള്ളി മാത്രം വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇതേ ആദ്യം തന്നെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. പാൻ വെച്ചിട്ട് അതിനകത്തിലേക്ക് നമ്മുടെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന പച്ചക്കറികൾ ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പുകൂടി ഇട്ടിട്ട് നമുക്കതൊന്ന് വേവിക്കാൻ വെക്കണം കേട്ടോ. അപ്പോൾ എല്ലാ പച്ചക്കറി ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ കളർഫുള്ളായിട്ടിരിക്കുന്നത് കേട്ടോ. പിന്നെ പ്രത്യേകം അതിനകത്ത് ബീട്രൂട്ടാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ബീട്രൂട്ട് ഇട്ടത് കൊണ്ട് ഇനി എന്ത് കളറിൽ വരുമെന്നുള്ളത് നമുക്ക് വഴിയെ കാണാം കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ പച്ചക്കറി ആദ്യം നമുക്ക് വേവിച്ചെടുക്കണം. അപ്പോൾ ഇതിനിടയിലേക്ക് തക്കാളി ഇടാൻ ഞാൻ മറന്നുമായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ ആ തക്കാളിയും കൂടെ അരിഞ്ഞിട്ടിട്ടുണ്ട്. പിന്നെ ഇതെല്ലാം ഒന്ന് നല്ലപോലെ വെന്തെടുക്കണം. അപ്പോഴത്തേക്കിനും നമുക്ക് അരപ്പ് തയ്യാറാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ അതിന് മിക്സിയിലെ ജാർ എടുത്തിട്ടുണ്ട്. പിന്നെ തേങ്ങായും പിന്നെ കുറച്ച് ജീരകം, കുറച്ച് മഞ്ഞൾപ്പൊടി, പച്ചമുളക്, ഈ കൊച്ചുള്ളി, കറിവേപ്പില ഇതെല്ലാം കൂടെ നല്ലതുപോലെ അതേ ഞാനൊന്ന് അരപ്പുണ്ടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് പിഴുപുളി വെള്ളത്തിനകത്ത് ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ കഷ്ണം എല്ലാം വെന്ത് വന്നിട്ടുണ്ട്. അപ്പോഴത്തേക്കും ഒരാൾ ഓടി വന്നിട്ടുണ്ട് ഇവിടെ എന്ത് ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് കേട്ടോ. വന്ന പോലെ തന്നെ തിരിച്ച് പോയി അവിടെ കളിക്കുവാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ പച്ചക്കറിയെല്ലാം വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ അരപ്പൊക്കെ ഇട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യണം കേട്ടോ. മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഒന്ന് അടച്ചു വെക്കുകയാണ്. അപ്പം നിങ്ങൾക്ക് തോന്നുമ്പോൾ അതിനകത്ത് കുറേ വെള്ളമായിട്ട് കാണുന്നുണ്ടായിരിക്കും. ഞാൻ ഇച്ചിരി ലൂസായിട്ട് അവിയൽ എടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പം ഓരോ സ്ഥലത്തും ഓരോ രീതിയിലായിരിക്കും അവിയൽ വെക്കുന്നത്. ചിലവർക്ക് നല്ല തിക്കായിട്ട്, അതായത് നല്ല പെരണ്ടിരിക്കുന്ന അവിയലുണ്ടല്ലോ, അതായിരിക്കും ചിലവർക്ക് ഇഷ്ടം. അപ്പോൾ എന്തായാലും ഞാൻ ഇച്ചിരി വെള്ളത്തോടെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു, ഉപ്പും പിന്നെ നമ്മൾ പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന പിഴുപുള്ളിയുടെ വെള്ളവും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഉപ്പൊക്കെ നല്ലപോലെ നോക്കിയതിന് ശേഷം വീണ്ടും ഞാനൊന്ന് നല്ലപോലെ അടച്ച് തിളപ്പിക്കുകയാണ്. വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ വെള്ളം നമുക്ക് വറ്റിച്ചു കൊടുക്കാം. പിന്നെ അതിനകത്തിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കുറച്ച് കറിവേപ്പിലയും കൂടെ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. നമ്മൾ കടുവൊന്നും വറുത്തിട്ടില്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചെങ്കിൽ മാത്രമേ അതിൻ്റെ ടേസ്റ്റ് വരത്തുള്ളൂ. പിന്നെ കറിവേപ്പിലയും കൂടെ ഇട്ട് നല്ലതുപോലെ ഇളക്കി ഞാൻ ഒന്നും കൂടെ ഒന്ന് ഇച്ചിരി ഒന്ന് വറ്റിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഉച്ചക്കത്തെ സ്പെഷ്യൽ എന്ന് പറയുന്ന അവിയലാണ്. ചോറുണ്ട്, അവിയലുണ്ട്, മീൻകറിയുമാണ് കേട്ടോ. അപ്പോൾ അതേ അടച്ച് വെച്ചിട്ട് പിന്നെ ഞാൻ വറ്റിച്ചായിരുന്നു. അപ്പോൾ ഇതാ തുറന്ന് നോക്കിയപ്പോഴത്തേക്കിന് ഈ ഒരു രീതിയിലാണ് ഇരിക്കുന്നത്. ഇതിനെ ഞാൻ കുറേ കൂടെ നല്ലതുപോലെ വറ്റിക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇങ്ങനെ കുറച്ച് എന്തായാലും അവിയലിന് ഇച്ചിരി ഒരു വെള്ളം പോലൊക്കെ വരണ്ടേ, എന്നാലല്ലേ അവിയലിനോട്ട് ഒരിതുള്ളൂ. അപ്പോൾ എന്തായാലും വറ്റിച്ചെടുത്തത് നല്ല കറക്റ്റ് ആക്കിയിട്ടുണ്ട്. ഈ കളറ് ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബീട്രൂട്ട് ഇട്ടതുകൊണ്ടാണ് ഏകദേശം ഈ ഒരു കളറിൽ വന്നിരിക്കുന്നത്. വെള്ള കളറും അല്ല, ഒരു ക്രീം കളറും അല്ല അവിയൽ. അപ്പം ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക.